വോട്ടെടുപ്പിന് 11 നാൾ ശേഷിക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നെത്തും. ഉച്ചയ്ക്ക് 1:30 പാലക്കാട് മേഴ്സി കോളേജിലെ മൈതാനത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇറങ്ങും. കോട്ട മൈതാനത്തിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 4-ന് തൃശൂരിൽ റോഡ് ഷോ. ഗോകുൽ VSും MS ലിഷോയും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ആദ്യം അങ്ങോട്ടേക്ക് മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിലാണ് ഇറങ്ങുക. പിന്നീട് അങ്ങോട്ട് പരിപാടികൾ എങ്ങനെയാണ്, എത്ര മണിക്കാണ്, ഗതാഗത നിയന്ത്രണം അടക്കമുള്ളവയൊക്കെ ഉണ്ടാവില്ലേ? 9 മണിക്ക് ശേഷം ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മേഴ്സി കോളേജ് ഗ്രൗണ്ടിലാണ് മോദി ഇറങ്ങുക. പിന്നീട് നേരെ വരുന്നത് കോട്ട മൈതാനത്താണ്. കോട്ട മൈതാനത്തെ പരിപാടി ഏകദേശം 12:30 കൂടി തുടങ്ങും. പക്ഷേ അപ്പോഴേക്കും ഏകദേശം ഒരു 1:30 കൂടി മേഴ്സി കോളേജിൻ്റെ ഗ്രൗണ്ടിൽ നരേന്ദ്രമോദി ഹെലികോപ്റ്റർ ഇറങ്ങും. അതിനുശേഷം നേരെ റോഡ് ഷോ ഉണ്ട്. റോഡ് ഷോ എന്ന് പറഞ്ഞാൽ മിഷൻ സ്കൂളിൻ്റെ അവിടെ നിന്ന് SBI ജംഗ്ഷൻ വരെയുള്ളൂ. പക്ഷേ അവിടെ ഒരു പൂർണ്ണമായ തുറന്ന റോഡ് ഷോ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ആണ്. അതിനുശേഷം നേരെ ഇവിടെയുള്ള കോട്ട മൈതാനത്തെ ഈ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള വേദിയിലേക്കാണ് അദ്ദേഹം എത്തുക. ഇവിടെ ജില്ലയിലെ 12 NDA സ്ഥാനാർത്ഥികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഇന്ന് പാലക്കാട്ടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും ഒരു വലിയ നാഴികക്കല്ലാണ്. BJP ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഈ പാലക്കാടാണ് മോദി എത്തി പ്രചരണം കൊഴുപ്പിക്കാനായി എത്തുന്നത്. ഇതിനു മുൻപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും മോദി ഇവിടെ എത്തിയിരുന്നു. അന്ന് മോദിയുടെ റോഡ് ഷോ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പൊതുയോഗമാണ്. റോഡ് ഷോ എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിലുള്ളൊരു റോഡ് ഷോ അല്ല. വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ സമീപത്തെ പൊതുജനങ്ങൾക്ക് കൂടി മോദിയെ കാണാൻ അവസരമുണ്ടാകും. അവർ മോദിക്ക് അഭിവാദ്യം അർപ്പിക്കും. അത്തരത്തിലുള്ളൊരു കാര്യമാണ് ഉണ്ടാവുക. പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 5 ദിവസം മുൻപ് തന്നെ ഈ കോട്ട മൈതാനം പൂർണ്ണ ബന്ദോബസ്താക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ വലിയ സംരക്ഷണയിലാണ്. SPG ഉദ്യോഗസ്ഥരടക്കം നേരത്തെ തന്നെ ഇവിടെ എത്തി സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. രാവും പകലും കോട്ട മൈതാനം പോലീസ് കാവലിലുമാണ്. കനത്ത സുരക്ഷയിലാണ് മോദി ഇവിടെ എത്തുന്നതെന്ന് പറയാം. അത്തരത്തിൽ 9 മണിക്ക് ശേഷം ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ മോദിക്കായി ഏകദേശമുള്ള ഇവിടുത്തെ പന്തലിൻ്റെ പടിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞു. ഏകദേശം കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ട മൈതാനം പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ SPGയുടെയും ഒക്കെ നിയന്ത്രണത്തിലാണ്. കനത്ത സുരക്ഷയിലാണ് മോദി ഇവിടെ വരുന്നത്. ഏതായാലും പാലക്കാട്ടെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സുവർണ ദിനമാണെന്ന് തന്നെ പറയാം. കാരണം അവരേറ്റവും കൂടുതൽ ആരാധ്യനായി കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട്ടെത്തുന്നു. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ഏകദേശം 1:30 മേഴ്സി കോളേജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന പ്രധാനമന്ത്രി 2 മണിയോടെ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ പോവുക തൃശ്ശൂരിലേക്കാണ്. അവിടെ മോദിക്ക് ഒരു പൂർണ്ണ രീതിയിലുള്ള ഒരു റോഡ് ഷോ ഉണ്ട്. ഒരു തുറന്ന ജീപ്പിലുള്ള റോഡ് ഷോ ഉണ്ട്. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങളാണ് കേരളത്തിൽ. ഗോകുൽ, ലിഷോയോടും ചോദിക്കാം എങ്ങനെയാണ് അവിടെ എന്ന്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ആവേശത്തിന് മാറ്റുകൂട്ടാൻ എത്തുന്നതോടെ എങ്ങനെയായിരിക്കും ഇന്ന് തൃശ്ശൂരിൽ? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും എന്നുള്ളത് തന്നെയാണ്. കാരണം BJP ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന നിയമസഭാ സീറ്റാണ് തൃശ്ശൂർ നിയമസഭാ സീറ്റ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കേരളത്തിലാകെയുള്ള BJPക്കുള്ള ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ 2 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ എത്തിയിരുന്നത്. ഒരു തവണ തൃശ്ശൂർ നഗരത്തിലൊരു റോഡ് ഷോ നടത്തി, അതിന് പുറമെ ഗുരുവായൂരിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല തവണ മോദി തൃശ്ശൂരിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഈ BJPക്ക് കാര്യമായി തന്നെ ഈ വോട്ട് വർദ്ധിപ്പിക്കാനായും ഒരു വിജയത്തിലേക്ക് എത്താൻ പോലും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തവണത്തെ ഒരു വരവും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് BJP പ്രവർത്തകർ കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെയാണ്, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മുൻ കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാലാണ് ഇപ്പോൾ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ അവർ NDAയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. അപ്പോൾ വലിയ ഒരു മാറ്റം ഇവിടെ സംഭവിക്കുമെന്നുള്ളൊരു പ്രതീതി അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ ഒരു അവകാശവാദം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഒരു വരവ് അത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് BJP പ്രവർത്തകർ കാണുന്നത്. മാത്രമല്ല, നേരത്തെ ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 3 ദിവസം മുൻപേ തന്നെ ഈ സ്വരാജ് റൗണ്ടും പരിസരവും ഒക്കെ തന്നെ പോലീസിൻ്റെയും SPGയുടെയും ഒക്കെ തന്നെ നിരീക്ഷണത്തിലാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ സ്വരാജ് റൗണ്ടിൻ്റെ പൂർണ്ണ സുരക്ഷാ നിയന്ത്രണം
നിയന്ത്രണം SPG സംഘം ഏറ്റെടുത്തു കഴിഞ്ഞു. SPG സംഘത്തിനാണ് ഇപ്പോൾ ആ മേഖലയിലുള്ള പൂർണ്ണമായുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ചുമതലയുള്ളത്. പോലീസ് ട്രാഫിക് നിയന്ത്രണങ്ങൾക്കും അതുപോലെ തന്നെ SPGയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് റോഡ് ഷോ നടക്കുന്നതെങ്കിൽ പോലും 11 മണിയോടുകൂടി തന്നെ പൂർണ്ണ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. വലിയ വാഹനങ്ങൾക്ക് ഇനി 11 മണി കഴിഞ്ഞാൽ ഒരു തരത്തിലും സ്വരാജ് റൗണ്ടിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രധാനമന്ത്രി എത്തുന്നതിന് തൊട്ട് മുൻപ് ഉള്ള ഏകദേശം 2 മണിക്കൂർ സമയം മുതൽ തന്നെ ഈ പരിസരത്തൊക്കെ തന്നെ ഡ്രോൺ നിരോധനവും അതുപോലെ തന്നെ മറ്റ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ നിരോധിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ അറിയിപ്പ് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്വരാജ് റൗണ്ട് പൂർണ്ണമായും ആ ഒരു പോലീസിൻ്റെ സുരക്ഷയിലായതിനാൽ തന്നെ 2 ഭാഗത്താണ്, അതായത് MO റോഡിലൂടെ മാത്രമാണ് ആളുകൾക്ക് പ്രവേശിക്കാനായുള്ള ഒരു അവസരം ഉണ്ടാവുക. അവിടെ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ശേഷമായിരിക്കും ഈ സ്വരാജ് റൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാനായി കഴിയുക. ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും ബിനി വരെയാണ് റോഡ് ഷോ. അതിൽ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥികളോടൊപ്പം നരേന്ദ്രമോദി സഞ്ചരിക്കും.